ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും നമ്മൾ ഡെയിലി വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്, മോർണിംഗ് റൂട്ടീന് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലോങ് വീഡിയോസിൽ ഞാൻ കാണിക്കാറ്. അപ്പോൾ ഇന്നൊന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് കപ്പ വറുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കാര്യം കപ്പയൊക്കെ നമ്മളെല്ലാവരും കഴിക്കണയാണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരും, 90 അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും കടയിൽ നിന്ന് വാങ്ങി റെഡിമെയ്ഡ് വാങ്ങി കഴിക്കുന്നവരായിരിക്കും. കപ്പയൊന്നും അങ്ങനെ വീട്ടിൽ വറുക്കാൻ നോക്കുന്നവർ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം കപ്പ വറുക്കൽ അത്രയും വലിയ പാടാന്നുള്ള പണി ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ ചക്കയൊന്നും വറക്കണ മാതിരിയല്ല, ഒരുപാട് ടൈം അത് വേവാനും കുക്കായി വരാനൊക്കെ നല്ല താമസമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അത് അരിഞ്ഞെടുക്കാനൊക്കെ നല്ല പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അതിനുവേണ്ടി അങ്ങനെ മുതിരാറില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാനുണ്ടായതിന് പിന്നിലെ ചേതോ വിഹാരം എന്താണെന്ന് വെച്ചാൽ, വിഹാരമാണോ വികാരമാണോ എന്താണോ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് താഴെ ഒരു കപ്പത്തോട്ടമുണ്ട്. അവിടെ കപ്പ പറിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട്, കപ്പ പറിക്കുവാണെങ്കിലും അവർ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണതാണല്ലോ. അപ്പോൾ അവർ വളരെ നല്ലത് നോക്കി മാത്രം, നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് കപ്പ വാങ്ങിക്കുമ്പോൾ കിട്ടണം നല്ല അത്യാവശ്യം നല്ല വണ്ണമൊക്കെയുള്ള കപ്പയാണല്ലോ, അതേപോലത്തേക്കാണ് അവർ കൊണ്ടുപോകും. പിന്നെ കുറേ ഇങ്ങനെ തിരിഞ്ഞ് വന്നത്, തിരിഞ്ഞ് ഈ ചെറിയ വീതി കുറഞ്ഞതൊക്കെ ഒരുപാട് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും കപ്പത്തോട്ടത്തിൽ. അപ്പോൾ അതിങ്ങനെ പറക്കാനായിട്ട് നമ്മൾ എല്ലാവരും തന്നെ പോവാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ പോക്ക് കുറവാണ്. ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ ആയിട്ട് തിരക്കായിരിക്കും, ഉമ്മയാണ് മിക്കവാറും പോക്ക്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് ഞാൻ ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളൊക്കെ ചുമ്മാ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് വീട്ടിലേക്ക് വെള്ളം കിട്ടണ കിണറുകളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. നമുക്ക് പൈപ്പ് വെള്ളമാണുള്ളത്, വാട്ടർ കണക്ഷൻ. അത് ഈ മെയിനായിട്ടുള്ള ഈ കിണറ്റിൽ നിന്നാണ് എല്ലായിടത്തേക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്നതുകൊണ്ട് അതെല്ലാം ഒന്ന് കാണാൻ പറ്റിട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തോരം മനസ്സിലാവേണ്ടെന്നറിയില്ല, ഈ കപ്പത്തോട്ടത്തിൽ ഒരുപാട് കപ്പകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്ന ചിതറി കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കൺഫ്യൂഷനാവും എവിടെ നിന്ന് പറക്കണം എന്നുള്ളത്. കാരണം അത്രയും മാത്രം കപ്പ കിടക്കുന്നുണ്ടാവും. കാരണം ആളുകളൊക്കെ കുറേ പേരൊക്കെ വന്ന് പറക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, പിന്നെയും അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയ വഴിക്ക് അവിടെ എത്താറായപ്പോൾ ഉണ്ടായിരുന്നൊരു ചെറിയൊരു തോടാണ് കേട്ടോ. അവിടെ അവൻ മമ്മുവൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ നന്നായിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം, വീടിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോകാനോ എന്താ പറയുക, കേക്കിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്നിനും തന്നെ സമയമില്ല. പിന്നെ ഉമ്മ ഇടയ്ക്ക് മിക്കവാറും ഇവിടെ വിറക് വറക്കാനും ഒക്കെ ആയിട്ട് പോകാറുണ്ട്. അതിൻ്റെ കൂടുതൽ പിള്ളേരൊക്കെ പോകും, എന്നാലും എനിക്കൊരിക്കലും പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉമ്മ പോകാമെന്ന് പിള്ളേരും കൂടി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്കിൻ്റെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറക്കണാണെന്ന് വിചാരിക്കരുത്, ഉമ്മായും പിള്ളേരും തന്നെയാണ് പറക്കണത്. ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ വീഡിയോ എടുക്കണ്ടെങ്കിലും ഈ കാണിക്കുന്ന വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ടൈമിലും ഞാൻ പറക്കി ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ അമ്മച്ചിയും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഒരു 3-4 ചാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ച് ഞാൻ വണ്ടി, എൻ്റെ 2 വീലർ കൊണ്ടുപോയി അതിൽ 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3-4 ചാക്കൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാട്ടാനാണെന്ന് എല്ലാവരും വിചാരിക്കേണ്ട. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അയൽക്കത്തുള്ളവർക്കും റിലേറ്റീവ്സിനും ഒക്കെ എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ അയൽക്കത്തുള്ളവരുടെ അയൽക്കത്ത് തന്നെയല്ലേ ഈ പറയണ കപ്പത്തോട്ടം എന്നൊക്കെ. അതേ ശരിയാണ്, പക്ഷെ എല്ലാവർക്കും ഇതുപോലെ കഷ്ടപ്പെട്ട് സംഭവം കൊണ്ടുവരാനൊന്നും ആർക്കും ഇഷ്ടമില്ലായിരിക്കുമല്ലോ. ഇങ്ങനെ പോയി കഷ്ടപ്പെട്ട് പറക്കി അങ്ങനെ കപ്പ കൊണ്ടുവരാനൊന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ലല്ലോ. എനിക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുപോലെ ഉമ്മായിക്ക് ഇങ്ങനെ എപ്പോഴും കണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നതാണ് കേട്ടോ. പിന്നെ എന്ത് കാര്യത്തിലായാലും പൊതുവെ വലിയ കാര്യമായിട്ട് പണിയെടുക്കാനൊന്നും മാത്രം ഇഷ്ടമുള്ള ആളൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മയുടെ പണിയെടുക്കലും കഷ്ടപ്പാടും ഉമ്മയുടെ ഓട്ടം പാച്ചിലൊക്കെ കണ്ട് ഞാനും അങ്ങനെ കുറേ പണിയെടുക്കാനും ഒക്കെ പഠിച്ച് അങ്ങനെ മടിയൊക്കെ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മമ്മു നന്നായിട്ട് പണിയെടുക്കണ്ടായിരുന്നു. അവൻ ഉമ്മയുടെ കൂടെ തന്നെ ഉമ്മ ചെയ്യണ പോലെ തന്നെ ചെയ്യണ്ടായിരുന്നു. തിരിച്ചൊരു ചെറിയ ചാക്ക അവൻ്റെ കൊടുത്ത് അവൻ അതും കൊണ്ട് പോയിട്ടോ. അവൻ തോളത്ത് തൂക്കിയിട്ടുണ്ട് പോകണുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. വീഡിയോ ഞാൻ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു എന്തിനാടി അവനെ കൊണ്ട് പണിയെടുപ്പിച്ചത്, എനിക്ക് തോന്നാൻ പോരായിരുന്നു. പക്ഷെ അവൻ സമ്മതിക്കണ്ടേ, കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് അവൻ സമ്മതിക്കണ്ടായിരുന്നില്ല. അവൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് അവന് തിരിഞ്ഞു നോക്കണ സമയത്തൊക്കെ ഞാൻ വിളിച്ച് എടാ നീ ചുമക്കണ്ട എന്ന് പറയണതാണ്. പക്ഷെ സമ്മതിക്കണില്ല. അവൻ ചുമന്നുകൊണ്ട് അങ്ങനെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സാധനമാണെങ്കിൽ വെറുതെ കൂടെ വന്നു മാത്രമേ ഭയങ്കര പേടിത്തോണ്ടാണ്, കയ്യിൽ നിന്ന് വിടാൻ പോലും സമ്മതിക്കില്ല. കാരണം ഇടയ്ക്ക് നമ്മളൊരു പട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു അവൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ നിന്ന് വിടാനേ സമ്മതിക്കണ്ടായിരുന്നില്ല. നമുക്ക് അവളവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് കപ്പ പറക്കാനൊന്നും ഇറങ്ങാനേ പറ്റണ്ടായില്ല. ഒരാൾ എന്തായാലും അവളുടെ കൂടെ തന്നെ നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഇറങ്ങി പറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ കൊണ്ട് അവലെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം. പിന്നെ പിറ്റേന്ന് അമ്മച്ചിയും കൂടി ഉള്ളതുകൊണ്ട് അവൾ
അവളുമായിട്ട് പോയി. അങ്ങനെ നമ്മൾ പറക്കി തിരിച്ച് വീടെത്താറായപ്പോഴത്തേക്കാണ് ഐഷു കളിയൊക്കെ കഴിഞ്ഞ് ഞാനും വരായിരുന്നു, എന്നെ വിളിക്കാത്ത എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കപ്പയൊക്കെ ചുവന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പുഴുങ്ങി നല്ല കാന്താരിമുളകിൻ്റെ ചമ്മന്തി കറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ പിറ്റേന്നത്തെയാണ്, അമ്മച്ചിയും കൂടി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ഞാൻ വ്ളോഗ് എടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അവളുടെ ചെരുപ്പ് കാനയിൽ മുങ്ങിപ്പോയ സമയം, കാനയല്ല ചെറിയ തോട്ടിൽ മുങ്ങിപ്പോയ സമയത്ത് അത് എടുക്കാൻ വേണ്ടി അമ്മച്ചിയും ഉമ്മായും ഐഷുവൊക്കെ കൂടി കിടന്ന് പെടാപ്പാട് പറഞ്ഞാണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ ഇതിനകത്ത് ആഡ് ചെയ്തതാണേ. അപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ കപ്പയൊക്കെ വറുക്കണത്. അപ്പോൾ വറുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ കിട്ടി അപ്പം തന്നെ ഇക്കാടെ അടുത്തേക്ക് സൗദിയിലേക്ക് ഒരു ആൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഇതെല്ലാം വറുത്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരിക്കലും കപ്പയൊന്നും വറുത്ത് കൊടുത്ത് വിട്ടിട്ടില്ല, വറുത്തെന്നല്ല കടയിൽ നിന്ന് നമ്മൾ എല്ലാം റെഡിമെയ്ഡായിട്ട് എല്ലാം വാങ്ങി കൊടുത്തു വിടും. ഇങ്ങനെ വറുത്ത് കൊടുത്തുവിടൽ വളരെ കുറവാണ് കേട്ടോ. പിന്നെ കപ്പ വറുക്കണത് ലൈഫിലേ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഈ കപ്പ കിട്ടി അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സാധനങ്ങളല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കപ്പയും കൂടി അങ്ങ് വേഗം വറുക്കുവാണെങ്കിൽ അതും കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കപ്പയൊക്കെ അരിഞ്ഞിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഞാൻ കുറേ കത്തി കൊണ്ട് അരിയാൻ നോക്കി, പിന്നെ കുറച്ച് ഗ്രേറ്ററിൽ കാണിക്കാൻ നോക്കി. ഗ്രേറ്ററിൽ കാണിച്ചപ്പോൾ എൻ്റെ കൈയും ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചക്കയും തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും വേഗം തന്നെ അരിഞ്ഞെടുത്തു, അതും കൂടെ വറുത്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചക്ക അരിഞ്ഞെടുക്കണ പണിയൊക്കെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉമ്മ വേഗം തന്നെ അരിഞ്ഞു. ഞാനും കപ്പയായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടോ. എന്തായാലും ഇതിനകത്തോട്ട് ഇറങ്ങി വറുത്ത് കൊടുത്തു വിടണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ഇക്കാനോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല, വേറൊരു നിവർത്തിയില്ലാത്തതാണ്. അങ്ങനെ പല രീതിയിൽ കാണിച്ച് അരിഞ്ഞെടുത്തിട്ട് നല്ല പാടുണ്ട് ഈ കപ്പ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പല വീഡിയോസിലും ഇങ്ങനെ ഗ്രേറ്ററിൽ അവർ സിമ്പിളായിട്ട് അരിയണ കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അരിയുമ്പോൾ അത്ര സിമ്പിളല്ല. അപ്പുറം ഉമ്മേൻ്റെ വെല്ലുമ്മ ഉണ്ടായിരുന്നു, ഉമ്മ അവിടെ ഇരുന്ന് കത്തിയും കണ്ട് എന്തൊക്കെയോ കാണിക്കണം. അത് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ വറുക്കാൻ എടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി ഞാൻ അരിഞ്ഞത് പോലും അത്യാവശ്യം കട്ടി കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിലും കട്ടിയായിരുന്നു ഉമ്മ അരിഞ്ഞത്, പിന്നെ അത് എടുത്തിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഉരുളി നമ്മൾ പുറത്ത് ചെറിയൊരു അടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാണ് കേട്ടോ വറുത്തെടുക്കണത്. അപ്പോൾ ആദ്യം തന്നെ ചക്ക ഇട്ടു. ചക്കയുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. കാരണം ചക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കിട്ടുമ്പോഴൊക്കെ വറുക്കണതാണ്. അതേ ഒരു ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെയും വറുത്തെടുത്തു. കപ്പയ്ക്കാണ് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ജന്മത്ത് കപ്പ വറുക്കൂല എന്ന് വരെ തോന്നിപ്പോയി, അത്രയ്ക്കും പണിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെയും വെച്ച് കുറേ അരിഞ്ഞു. പിന്നെ കത്തിയും കണ്ട് ഞാനിങ്ങനെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് അരിയുമ്പോൾ കട്ടി കുറച്ച് അരിയാൻ പറ്റും. എന്തായാലും കടയിൽ നിന്ന് കിട്ടണ പോലെയുള്ള കപ്പ വറുത്തതിന് അത്രയും തിന്നായിട്ടുള്ളതല്ലായിരുന്നു. പിന്നെ കുറേ പേര് പറയണ്ടായിരുന്നു ഈ കപ്പ വറുക്കുമ്പോൾ ഒന്ന് പുഴുങ്ങിയിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഒരു വീഡിയോസിൽ അങ്ങനെ പുഴുങ്ങിയിട്ട് ചെയ്യണ കണ്ടില്ല. ഇനി അതുകൊണ്ടാണോ എനിക്ക് അരിയാൻ ഇത്ര പാട് വന്നതെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആരോടും തന്നെ ചോദിച്ചിട്ട് ആർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടുള്ള ഇതുള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കടകളിലൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം ആ ഒരു ടെക്സ്ചറും വ്യത്യാസം ഉണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ സെയിം ടേസ്റ്റ് വന്നെങ്കിലും ആ ഒരു ടെക്സ്ചർ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പുഴുങ്ങിയിട്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണേന്ന്. എന്തായാലും ഒരു തവണ ചെയ്തു, ഇങ്ങനെയൊക്കെ ആയി. ഇനിയപ്പോൾ ചെയ്യുമ്പോൾ മറ്റേ രീതിയിൽ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്ക നമ്മൾ മൊത്തത്തിൽ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. കപ്പ ആദ്യത്തെ തവണ വറുത്തത് കുറച്ചൊന്ന് കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മൾ അവിടെ നിന്ന് നോക്കി എടുത്തു കേട്ടോ. കാരണം അത്രയും സമയം നല്ല താമസം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കളറ് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ വീട്ടിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് വറുത്തത് മുതൽക്കാണ് ഇക്കാക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കപ്പകൾ നമ്മൾ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ പച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാലും തീർന്നിട്ടൊന്നും ഉണ്ടായില്ല. ഫ്രിഡ്ജിൽ നമ്മൾ ആദ്യം നമുക്കറിയില്ല അത് തൊണ്ട് ഒളിച്ച് മാറ്റി വെച്ചത് കറുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഉമ്മ പറഞ്ഞേ അത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോലത്താൻ നല്ലതാണെന്ന് പറഞ്ഞ് അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും കപ്പ പറുക്കാനായിട്ട് തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു രസവും വൈബൊന്നും എന്തായാലും വറുത്തപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പാടുണ്ടായിരുന്നില്ല. നമ്മൾ കപ്പ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് കപ്പ തൊണ്ട് ഒളിക്കണം, നല്ല അടിപൊളിയായിട്ട് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണു, എണ്ണയിലേക്ക് ഇടണു, വറക്കണു, ഉപ്പിടണു, മിക്സ് ചെയ്തിട്ട് കഴിക്കണു, അത്രയേ ഉള്ളൂ. പക്ഷേ നേരിട്ട് ചെയ്യുമ്പോഴാണ്, ശരിക്കും നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണത്. എന്തായാലും ഇതിനകത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കപ്പ വറുക്കാനായിട്ട് മാറ്റി വെച്ചതിൽ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അരിയാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ടായിരുന്നു. അപ്പോൾ അരിഞ്ഞത് ഫുള്ളായിട്ട് എന്തായാലും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതെല്ലാം ആദ്യത്തെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ കളറ് മാറി എന്ന് പറഞ്ഞത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും കടയിൽ നിന്നുള്ള അത്രയും ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊന്നും വന്നില്ലെങ്കിലും എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നിടത്തോളം ആ ഒരു ഗുണമേന്മ എന്തായാലും കടയിൽ നിന്ന് എനിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കഷ്ടപ്പെടാനൊക്കെ റെഡിയാണ്. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ വല്ലപ്പോഴും കടയിൽ നിന്ന് കുറച്ച് കപ്പയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിരിക്കും ആളുകൾ നോക്കണത്. അതിൻ്റെ ഇടയ്ക്ക് വറുക്കാനൊന്നും ആരും നോക്കില്ല. അപ്പോൾ ഇതേപോലെ ഒരുപാട് കപ്പയൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് നോക്കിക്കോ, വറുത്ത് നോക്കിക്കോ. എന്തായാലും നല്ലതാണ്. നമുക്ക് കുറച്ചധികം വറുത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടി ചവയ്ക്കണം എന്ന് നിർബന്ധമുള്ള എന്നെപ്പോലെ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ എന്തായാലും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇതുപോലെ കപ്പയും ചക്കയൊക്കെ. ചക്ക പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക ആകെ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ എടുത്ത് തിന്നിട്ട് ബാക്കി അങ്ങനെ തന്നെ ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിള്ളേർ കാണുമ്പോൾ എടുത്ത് തിന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പിള്ളേർക്ക് കൊടുത്തിട്ട് ബാക്കി എടുത്ത് മാറ്റി വെക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചക്ക നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും തന്നെ വറക്കണതായതുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം, വലിയ പണിയില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ അത്തച്ചീനെ കൊണ്ട് ഒരു 3-4 കൂട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 കൂടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂടിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നുള്ളൂ ചക്ക വറുത്തത്. പിന്നെ അതിൽ കപ്പ നമുക്ക് 2 കൂടിലേക്കായിട്ട് ഇടാനുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് പോലെ വറുത്തിട്ടുണ്ടായിരുന്ന കപ്പ. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അരിഞ്ഞതിൻ്റെ ആ ഒരു ഇതും കൊണ്ട് കടിക്കുമ്പോൾ ചെറിയൊരു ബലം പോലെ ഉണ്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അരിഞ്ഞതിൻ്റെ പ്രശ്നം മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ എല്ലാവരും കുറച്ച് പേര് പറഞ്ഞ മാതിരി പുഴുങ്ങിയിട്ടാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും വലിയ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല. അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കപ്പ വറുത്തതിൻ്റെയും ചക്ക വറുത്തതിൻ്റെയും പുറമെ നമുക്ക് 1 കിലോ പപ്പടം അതേപോലെ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് അതവിടെ കൊണ്ട് എത്തിച്ചു. എന്തായാലും എൻ്റെ ഇന്നത്തെ വ്ളോഗിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.